നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്ഷരാർത്ഥത്തിൽ ബി.ജെ.പിയുടെ കേരള രാഷ്ട്രീയത്തിന്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്കും ബി.ജെ.പിക്കും കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും തൊട്ടുകൂടാത്തവർ അല്ലെന്നും ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തങ്ങൾക്ക് മടിയില്ലെന്നുമാണ് പ്രധാനമന്ത്രി അവിടെ പറഞ്ഞത്. അതിനർത്ഥം മറ്റൊന്നുമല്ല, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തുടർന്നാലും ബി.ജെ.പിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് നിർലോഭം കേന്ദ്ര സഹായങ്ങൾ നൽകാൻ താൻ ഒരുക്കമാണെന്നും പിണറായി വിജയൻ തൻ്റെ അടുത്ത സുഹൃത്താണെന്നും പിണറായി വിജയനോടും പിണറായി വിജയന്റെ സർക്കാരിനോടും കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിക്ക് യാതൊരു എതിർപ്പോ തൊട്ടുകൂടായ്മയോ ഇല്ലെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭംഗ്യന്തരേണ വിഴിഞ്ഞത്ത് സൂചിപ്പിച്ചത്. അദാനിയെ ഞങ്ങളുടെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ച മന്ത്രി വി.എൻ. വാസവനെയും പ്രധാനമന്ത്രി അവിടെ പരാമർശിച്ചു. കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ ഒരു മന്ത്രി അദാനിയെ പാർട്ട്ണർ എന്ന് വിളിക്കുമ്പോൾ ഇന്ത്യയുടെ മാറുന്ന ചിത്രമാണ് നമ്മുടെ മുന്നിൽ തെളിയുന്നതെന്നാണ് പ്രധാനമന്ത്രി അവിടെ പറഞ്ഞത്. അതിനർത്ഥം കമ്മ്യൂണിസ്റ്റുകാരുമായി വികസന നയത്തിൽ യോജിച്ചു പോകാമെന്നും കേരളത്തിന്റെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടും പിണറായി വിജയനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുമൊന്നും തങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും കേരളം തുടർന്നും CPM ഭരിക്കുന്നതിൽ പിണറായി ഭരിക്കുന്നതിൽ ബി.ജെ.പിക്ക് യാതൊരു എതിർപ്പുമില്ലെന്നാണ് സൂചിപ്പിച്ചത്. ബി.ജെ.പിയുടെ രാഷ്ട്രീയം കൃത്യമായും മോദി അവിടെ പറഞ്ഞു. ആ രാഷ്ട്രീയം കണ്ടില്ലെന്ന് നടിക്കാനാണ് പലപ്പോഴും CPM ഇവിടെ ശ്രമിക്കുന്നതെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഏതായാലും പിണറായി വിജയനെ മൂന്നാമതും മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഇരുത്തിക്കൊണ്ട് കേരളത്തിന് കൂടുതൽ വികസനം സംഭാവന ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഒരുക്കമാണെന്നും ഒരു പാലമിട്ടാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണമെന്നുമുള്ള സൂചനയാണ് വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. അതുകൊണ്ട് തന്നെ അടുത്ത തവണയും വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളം CPM ഭരിച്ചാലും തങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലെന്നും കേരളത്തിലേക്ക് നൽകാനെന്ന വികസന പ്രവർത്തനങ്ങളും അതിനുള്ള പദ്ധതി തുകയും എല്ലാം തന്നെ കേരളത്തിൻ്റെ വികസനത്തിന് സമ്പൂർണ്ണമായ സഹായങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ തുടരുന്നത് കൊണ്ട് ബി.ജെ.പിക്ക് യാതൊരു എതിർപ്പുമില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ സഖ്യത്തെയും അവിടെ പരിഹസിക്കാനും പ്രധാനമന്ത്രി തയ്യാറായി. നരേന്ദ്രമോദിയും പിണറായി വിജയനും ശശി തരൂരുമെല്ലാം ഒരേ മനസ്സോടെയാണ് നിൽക്കുന്നതെന്നും അത് കേരളത്തിന് വികസനത്തിന് വേണ്ടിയാണെന്നും ബി.ജെ.പിക്കാർ പറയുന്നതിൻ്റെ രഹസ്യവും അതാണ്. പ്രധാനമന്ത്രിക്ക് ഏതായാലും കേരളത്തോട് താല്പര്യമുണ്ട്. കാരണം ബി.ജെ.പിക്ക് ഇവിടെ അടിയുറച്ച് നിന്നേ മതിയാവൂ, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഇവിടെ വേരുപടർത്തിയേ മതിയാവൂ. അതിന് ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും എളുപ്പമുള്ള മാർഗം CPM ഭരണം കേരളത്തിൽ തുടരുക എന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയത്. യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ആക്രമണ പ്രത്യാക്രമണങ്ങളും മുഖ്യമന്ത്രിയുമായിട്ട് ഉണ്ടാകാതിരിക്കാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി.ജെ.പി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ഉടൻ കോൺഗ്രസിനെ കേരളത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ കോൺഗ്രസിന് ഇനിയും കേരളത്തിൽ ഭരണം കിട്ടാതിരിക്കുക എന്ന ബി.ജെ.പിയുടെ തന്ത്രം വളരെ വിദഗ്ധമായി നടപ്പിലാക്കാൻ അവർ പോകുന്നത് പിണറായി വിജയനെ മുൻനിർത്തിയാണെന്നുള്ള സൂചനയും ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഏതായാലും പിണറായി വിജയനെ പ്രധാനമന്ത്രി ചേർത്ത് നിർത്തുന്നത് വെറുതെയല്ല. ബി.ജെ.പിയുടെ കേരള രാഷ്ട്രീയത്തിന് ആക്കവും തൂക്കവും കിട്ടാൻ പിണറായി വിജയൻ തന്നെയാണ് ഏറ്റവും മികച്ച നേതാവ്. അദ്ദേഹം തന്നെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കാൻ അക്കാര്യത്തിൽ നല്ലത് എന്നുള്ള സൂചന തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയത്. ബി.ജെ.പിക്ക് കേരളത്തിൽ ഇനിയും വളരണമെങ്കിൽ, ബി.ജെ.പിയുടെ കേരള രാഷ്ട്രീയം ഇനിയും പുഷ്പിക്കണമെങ്കിൽ ഇവിടെ പിണറായി വിജയൻ മൂന്നാം തവണയും വന്നേ തീരൂ. അതിനായി വിഴിഞ്ഞമല്ല, ആറുവരിപ്പാതയല്ല, എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് കേരളത്തിന് ചെയ്യാമെന്നുള്ള ദൃഢപ്രതിജ്ഞയിലാണ് പ്രധാനമന്ത്രിയും ബി.ജെ.പിയും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം ഉദ്ഘാടന വേദി അക്ഷരാർത്ഥത്തിൽ CPM-ൻ്റെയും ബി.ജെ.പിയുടെയും ഒരു ആഘോഷവേദിയായി മാറുകയായിരുന്നു. കോൺഗ്രസിനെയും UDF-നെയും മൂന്നാം വട്ടവും അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് CPM-ഉം ബി.ജെ.പിയും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് കേരള രാഷ്ട്രീയത്തെ നയിക്കുന്ന ഒരു കിനാശേരിയാണത്രേ പ്രധാനമന്ത്രി മോദിയും പിണറായി വിജയനും ഒരുപോലെ സ്വപ്നം കാണുന്നത്. അതിൻ്റെ സൂചനയാണ് വിഴിഞ്ഞൻ തുറമുഖ ഉദ്ഘാടനത്തിൽ കണ്ടതെന്നാണ് ചില ബി.ജെ.പി നേതാക്കളും ചില CPM നേതാക്കളും പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്രത്തിലെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ തുടരുന്നത് അവർക്ക് സന്തോഷകരമായ കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ബി.ജെ.പി വേര് പടർത്താൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തിക്കൊണ്ടാണ്, CPM-നെ ഭരണത്തിലിരുത്തിക്കൊണ്ടാണ്.